UAE ജൂലൈ 1 മുതൽ കുറേ റൂൾസിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ദുബായിൽ. അപ്പോൾ ഈ 6 കാര്യങ്ങളാണുള്ളത്. 6 കാര്യങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് തിങ്, ദുബായ് മോളിൽ ഇനി തൊട്ട് പാർക്കിംഗ് ഫ്രീ അല്ല, നമ്മൾ പാർക്കിങ്ങിന് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വീക്ക് ഡേയ്സിലാണെങ്കിൽ ആദ്യത്തെ 4 മണിക്കൂർ ഫ്രീ ആണ്, വീക്കെൻഡ്സിലാണെങ്കിൽ ആദ്യത്തെ 6 മണിക്കൂർ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ ഓരോ മണിക്കൂറും 20 ദിർഹംസ് വെച്ചിട്ടാണ് കട്ടാവുക. ഇത് സാലിക്കിൽ നിന്നാണ് കട്ടാവുന്നത് എന്ന കാര്യമാണ് പ്രത്യേകം ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ഓൾറെഡി പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും, സിനിമ പാർക്കിംഗ്, ഫാഷൻ പാർക്കിംഗ്, ഗ്രാൻഡ് പാർക്കിംഗ്, അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ സാലിക്കിൻ്റെ ഇതിൽ നിന്നാണ് കട്ടാവാന്നും അതിൻ്റെ ഡീറ്റെയിൽസും പാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് പെയ്ഡ് പാർക്കിംഗ് ആണ് ദുബായ് മാളിലേക്ക് പോകുമ്പോൾ, അത് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇനി മുതൽ ലൈസൻസ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. അപ്പോൾ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ 1250 ദിർഹംസിൻ്റെ ലൈസൻസ് എടുത്താൽ മതി. അതല്ല നിങ്ങൾ എന്തെങ്കിലും അഡ്വർടൈസിങ് ഫേമിൻ്റെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 5000 ദിർഹംസിൻ്റെ ലൈസൻസ് ആണ് എടുത്തിരിക്കേണ്ടത്. ഇനി നിങ്ങൾ ലൈസൻസ് എടുക്കാതെയാണ് വീഡിയോ ക്രിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എങ്ങനെ നിങ്ങളെ പിടിച്ചാൽ 10,000 ദിർഹംസ് ആണ് ഫൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10,000 എന്നല്ല, അത് മുതലാണ് തുടങ്ങുന്നത്. അതിപ്പോൾ 2024 നിങ്ങളെ കണ്ടുപിടിച്ചതെങ്കിൽ 2026 വരെ 10,000 ഓരോ വർഷവും കൂടി ഫൈൻ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങൾ ലൈസൻസ് എടുത്തിട്ട് മാത്രം വീഡിയോ ക്രിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ദുബായ് RTA 7000 പുതിയ പെയ്ഡ് പാർക്കിംഗ് സ്പേസസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 6 സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു പെയ്ഡ് പാർക്കിംഗ് സ്പേസസ് ദുബായ് RTA അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ പുതിയ പെയ്ഡ് പാർക്കിംഗ് സ്പേസസ് ജദാഹ് വാട്ടർ ഫ്രണ്ട്, അൽസൂഫ് ഗാർഡൻസ്, അർജാൻ, മജാൻ, ലിവാൻ 1 and 2 ആൻഡ് ദുബായ് ലാൻഡ് റെസിഡൻസ് കോംപ്ലക്സ്, ഈ 6 സ്ഥലങ്ങളാണ്. ദുബായിൽ ദമാക് ഹിൽസ് 2 പുതിയൊരു ബസ് റൂട്ട് RTA അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആകെയുള്ള ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് ദുബായ് സ്റ്റുഡിയോ സിറ്റി ആണ്. അപ്പോൾ ഇങ്ങോട്ട് ഓരോ 2 മണിക്കൂറിലും ഈ ഒരു ബസ് സർവീസ് ഉണ്ടായിരിക്കും. കാലത്ത് 5:45 തുടങ്ങിയിട്ട് രാത്രി 9:30 വരെ ഈ ഒരു ബസ് സർവീസ് അവൈലബിൾ ആണ്. DA2 എന്നാണ് പുതിയ ബസ് റൂട്ടിന് പേര് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്, പല കമ്പനികളിലും എമിറാത്തിവൽക്കരണം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി UAE അല്ലേ. ഇപ്പോൾ കമ്പനികളിൽ 50-ലധികം എംപ്ലോയീസ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൽ 1% എങ്കിലും എമിറാത്തീസിനെ ഹയർ ചെയ്യണം എന്നുള്ളതാണ് റൂള്. അപ്പോൾ പല കമ്പനികളും അത് ഓൾറെഡി പാലിച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും ജൂൺ 30 വരെയായിരുന്നു സമയം. അപ്പോൾ അതുകൊണ്ട് ജൂലൈ 1 ശേഷം കർശന നടപടികളുമായിട്ട് ഇനി ഗവൺമെൻറ് വരും. അതായത് ഈ എമിറാത്തിവൽക്കരണം ചെയ്യാത്ത കമ്പനികൾക്ക് നല്ല ഫൈൻ കൊടുക്കേണ്ടി വരും. 8,000 ദിർഹംസ് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫൈനും കാര്യങ്ങളൊക്കെ. ഇനി 6ാമത്തെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ അജ്മാനിലെ ആൾക്കാർക്ക് വേണ്ടി, അജ്മാനിൽ ടെനൻസ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് അവർ താമസിക്കുന്ന സ്വന്തം ബിൽഡിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z എല്ലാ ഡീറ്റെയിൽസും ഇനി ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ടൊരു ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം അജ്മാനിൽ ഇനി തൊട്ട് ടെനൻസിന് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ 6 കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. നമ്മൾ ദുബായിലും UAE ആണെങ്കിൽ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അറിയാത്തവർക്കും UAE മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.